റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ലൂസിഫറിലെ ജയിൽ ഫൈറ്റ് സീൻ. നമുക്ക് ഒരുപാട് സജഷൻ വന്നിട്ടുള്ള ഒരു സീനാണ്. നമുക്കറിയാലോ പൃഥ്വിരാജിന്റെ പടമാണ്, മാസ് സംഭവമാക്കിയ പടമായിരുന്നു അല്ലെ. എന്താ പറയാ, ഇപ്പോഴും ഇത്രയും നാള് കഴിഞ്ഞിട്ടും നമ്മൾ സംസാരിക്കുന്ന ഒരു പടമാണ് ലൂസിഫർ. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് മാത്രല്ല അതിന്റെ അകത്ത് ലാലേട്ടന്റെ ആ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ള ഒരു മാസ് എലമെന്റ്സ് അല്ലേ. പ്രത്യേകിച്ച് നമ്മളൊക്കെ കുറെ കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു ഫാൻ ബോയ് പടെടുത്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് പൃഥ്വിരാജ്. പിന്നെ വേറെ കാര്യം എടുത്തു പറയണ്ടായില്ല, ബീജിയം. ആ സീനിൽ വരുന്ന ബീജിയം ദീപക് ദേവിന്റെ ആണ്. പിന്നെ അതുപോലെ ആ ഒരു ഫൈറ്റും ഏകദേശം ഒരു തോർ ഫൈറ്റ് പോലത്തെ സാധനമാണ് അല്ലെ. അപ്പൊ നമ്മള് കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലൂസിഫറിന്റെ ഒരു പറയുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ എടുത്തു പറയാൻ കേട്ടോ. അതായത് ലാലേട്ടനെ കൂടാണ്ട് ഇതിനകത്ത് സായികുമാറിന്റെയും കിടിലൻ പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാലേന്റെ കൂടെയാണ് ഫൈറ്റ് വരുന്നത്. തുടങ്ങിയാലോ? റെഡി അല്ലേ? യെസ്. എല്ലാം ഭയങ്കര റിയലിസ്റ്റിക് ആക്ടേഴ്സ് ആണല്ലേ. അത് പിന്നെ നാട്ടുകാർക്കൊക്കെ ചികിത്സ മേടയിൽ ആശുപത്രിയിലും സഖാവ് രാജനുള്ള കായകൽപ്പം ഇവിടെയാണെന്ന് എനിക്കറിയില്ലേ. ആശാനെ, ഈ രാഷ്ട്രീയത്തിൽ ഇടഞ്ഞ കൊമ്പന് ശർക്കര കൂട്ടുന്ന പരിപാടി നടക്കും. ഇത് ഒന്നുകിൽ പാപ്പാന്റെ ചൊൽപ്പിടിക്കുന്നില്ല, അല്ലെ മസ്തകത്തിലടിച്ച് വീട്ടും. അതല്ലേ അതിന്റെ ഒരു ഇത്. സ്റ്റീഫന്റെ കാര്യം ഉണ്ടാവും, അവർ നമ്മളെ ചൊൽപ്പിടിക്കുന്നില്ല, നിങ്ങൾക്കും കിട്ടില്ല. വെറുതെ കിഴക്കമ്മനയിൽ ഒരു ക്രിസ്ത്യാനി സെക്രട്ടറി കൂടി വായിക്കണം ആശാനെ. പൊളിറ്റിക്സ് വർമ്മ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ പിള്ളേരോടെ പൂജപ്പുരമുണ്ട്, പക്ഷെ ജയിലിൽ വെച്ചാൽ ചെയ്ത കുറഞ്ഞത് ജീവപര്യന്ത. അതുകൊണ്ട് അതിന് തക്ക ഒരു പ്രതിഫലം ഉണ്ടാവണം. ഒരു പാലം വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ. ഈ പാലവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ആ സീനിന്റെ ഒരു അല്ല, ആ സീനിന്റെ ഒരു കണ്ടിന്യൂറ്റി നല്ല രസമില്ലേ. ജയിലിൽ വെച്ചിട്ടല്ലേ. ഇതൊരു കലിപ്പ് ഫേസ് അല്ലേ. അച്ചായനോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ മുകളിൽ നിന്ന് ഉത്തരവ് വന്നു ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കൊന്നുകളയാനാണ്. കൊന്നുകളയാൻ പറഞ്ഞാൽ കൊന്നുകളയാനോ? ഓ മ്യൂസിക് മോനെ. വലുതായിട്ടില്ല. ബീജിയം വേറെ ലെവൽ ബീജിയം സിഗ്നേച്ചർ. അത് മാസ് ഷോട്ടാണ്. എന്ത് പറഞ്ഞാൽ എപ്പോഴും ആഗ്രഹമുള്ള ഷോട്ട്. അത് ആ തല്ലിന്റെ പവറല്ലേ. കൊറിയോഗ്രാഫി കിട്ടില്ല. ബാല ഓപ്പോസിറ്റ് വരുമ്പോ നല്ല രസം. മോനെ ഇത്രയും ഭാഗം ഇതൊരു നെഗറ്റീവ് ഷെയ്ഡാണ് ഫേസിൽ. പക്ഷെ അല്ലേ, കൊടുക്കണം നേരെ. കണ്ണാണ്. ഓ
കോമ്പിനേഷൻ നന്നായിരുന്നല്ലേ, വെള്ള വെള്ള ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്. ഇല്ല ഓ അത് വിളിച്ചു. എടുത്ത് ഹാമർ എടുത്ത്. ഓ ഇത് അതായത് ആ ഹാമർ രക്ഷയില്ല പിടിച്ചിട്ട് അല്ലേ. കറക്റ്റ് സ്ഥലത്തോട്ടാ കൊടുക്കണേ, കാലിന്റെ മുട്ടിനൊക്കെ. ഇതിനെ എണീക്കില്ല. എല്ലാം ഉണ്ട്. കാർപ്പൻറ്റർ റൂമാണത്. അത് നോക്കി ഹാമറിന്റെ അവസ്ഥ ഇരിക്കാണ്. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എന്റെ കളരി വെട്ടിന്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്. ഓ പഞ്ച്. വേണേ രാശാനോട് പറഞ്ഞേക്ക് സ്റ്റീഫനെ പേടിക്കേണ്ടത്. ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല. അതായത് രാഷ്ട്രീയത്തിലേക്കില്ല, അതിനേക്കാളും മേലെയാണ് പിടിക്കാൻ പോണെന്ന് ഉദ്ദേശിച്ചത്. അത്ര ആൾക്കാർ ഇടിച്ചിട്ടില്ലേ. ഈ ഒരു സീൻ കാണാണ്ടിരിക്കാൻ പറ്റില്ല, ഈ സീനിന്റെ ഭാഗമായതുകൊണ്ട്. സായികുമാറിന്റെ പെർഫോമൻസ് ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ. നിന്നോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നത്. അയ്യൂഫും ഞങ്ങൾ എല്ലാവരും നിന്നോട് ചെയ്തത് ചതിയാണ്. ബോബി ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഇപ്പോ രാമേട്ടന്റെ മോൻ വന്നു, അവന് ജനപിന്തുണയുണ്ട്. എന്നിരുന്നാലും നിന്നെ പാർട്ടിക്ക് ഒരിക്കലും കൈവിടാനാവില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അമ്മയുടെ എന്റെ കളി നിന്നെ ഇറക്കാൻ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ബോബിയെ നീ ഒന്ന് കരുതിയിരിക്കണം. ആ വിഷം കൊടും വിഷം. നിനക്ക് നേരെ പോവാണെന്ന് എനിക്കറിയാം. പക്ഷെ ബോബിയെ പോലുള്ള ഒരുത്തനെ നേരിടേണ്ടത് അങ്ങനെയല്ല. പിന്നെ പണ്ട് ഒരു റെയിൽവേ പാളത്തിന്റെ അപ്പുറവും ഇപ്പുറമായിരുന്നു ഞാൻ പഠിച്ചിരുന്ന പള്ളി. തഹസീൽദാരുടെ മകൻ പിഴയായിരുന്നു. നിവർത്തി കിട്ടും. ഒരു ദിവസം ഞാൻ അവനെ തല്ലി. വലിയ കോലാഹലമായി. അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അച്ഛൻ ഈ വർമാങ്ങളുടെ വാട് മാത്രമേ ഉള്ളൂ. പലിശക്ക് കൊടുക്കും, ഭൂമിയുടെ വാടും കമ്മീഷാപ്പും ഒക്കെ ആയിരുന്നു. തഹസീൽദാർ ഒത്താശയില്ലാതെ ഒന്നും നടക്കുകയില്ല. പുകിലൊക്കെ ഒരു വീതം ഒതുക്കി എന്നെ വിളിച്ച് പാളമടി നടത്തിക്കൊണ്ട് വരിക അച്ഛൻ. മിണ്ടാട്ടമില്ലാതെ മുരണ്ടുകൊണ്ട് നടന്ന എന്നോട് അച്ഛൻ പറഞ്ഞു, ഇടാ മഹേശ, നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാള് നമ്മളോട് കുരുക്കാൻ വന്നാൽ നമ്മൾ അയാളെ നേരിടുന്നതിന് ഒരു തഞ്ചമൊക്കെ വേണം. ഇപ്പതാ അവിടുന്ന് ഒരു തീവണ്ടി വിട്ടു. നിന്റെ ഒപ്പം നടക്കുന്നത് തഹസീൽദാറിന്റെ ചക്കരാണെന്ന് വിചാരിക്കുക. അവൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടേ. അപ്പൊ നിനക്ക് അവനോട് വൈരാഗ്യമുണ്ടേ. നിനക്കവൻ ഇല്ലാതാകണം എന്നൊരു ആഗ്രഹവും ഉണ്ടേ. ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കുമ്പോൾ ദൂരത്തുനിന്ന് നീ കളിച്ച് തിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അവന്റെ ഒപ്പം നടക്കും. നമ്മൾ ഇമാജിൻ ചെയ്യിപ്പിക്കുന്നില്ലേ? കൈമുട്ട് ഒടിച്ചെറുതായിട്ട് തീർന്നേ. നമ്മളെ ആരും സംശയിക്കില്ല. തീവണ്ടി അവനെയും കൊണ്ടുപോവുകയും ചെയ്യും. രാഷ്ട്രീയത്തിൽ ഞാൻ ഉപദേശമാണ് അച്ഛൻ അന്ന് തന്നത്. സ്റ്റീഫനും നിന്റെ കൂടെ നിന്ന് വന്നാൽ മതി. ബോബിയെ നമുക്ക് അതേപോലെ തട്ടാം. ഉപദേശം കൊള്ളാം പർവശാല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല, എന്റെ തന്ത. ആരാണ് സ്റ്റീഫന്റെ തന്ത? അല്ല, അത് പി കെ രാമദാസ് ആണെന്നൊരു ഇപ്പൊ ഒരു സാധനം ഉണ്ട്.
പൊക്കോളെ. മോനെ. അതായത് ആ ഒരു സീനിന്റെ കണ്ടിന്യൂറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് ഒരിക്കലും നമുക്ക് ഒരു അപ്പുറം ഇപ്പുറം വേറെ വേറെ സീൻ വെട്ടിയെടുത്ത് പോലും തോന്നാത്ത രീതിയിൽ അല്ലേ, ഭയങ്കര ഒരു ഫ്ലോ ഇല്ലേ ഓരോ സീനും. ശരിക്കും എല്ലാത്തിലും ഭയങ്കര എൻഗേജിങ് ആണ് ഓരോ സീനിലും. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ഡിസ്കഷൻ കൈൻഡ് ഓഫ് സീൻസ് ഒക്കെ യൂഷ്വലി മൂവിയിൽ വരുന്ന സമയം നമുക്ക് ബോറടിക്കാറുണ്ട്. അതായത് ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നിന്ന് സംസാരിക്കും. പക്ഷെ ഇതിനകത്ത് കറക്റ്റ് ആ ഒരു 5 ഡയലോഗും നമ്മളെ കൊണ്ട് ഇമാജിൻ ചെയ്യിപ്പിക്കുകയാണ്. ആ സമയത്ത് ഒരു BGM ഒക്കെ, ട്രെയിൻ പോകുന്ന സൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ആ സമയത്ത് നമ്മൾ ഇമാജിൻ ചെയ്യും ഒക്കെ രണ്ടുപേരും നടന്നു പോകുന്നു അങ്ങനെ ഇല്ലേ. അത് എന്താ പറയാ, ഡയറക്ടർ ബ്രില്യൻസ് ആണ് അവിടെ എടുത്ത് പറയേണ്ടത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സീനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സായികുമാറിന്റെ ആ ഒരു പ്രസൻസ്, കാരണം ഫസ്റ്റ് പോയിട്ട് ശിവജി ഗുരാറിന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും തല്ലാൻ വേണ്ടി ആളെ വിട്ടു, അതിനുശേഷം വീണ്ടും വന്നിട്ട് സംസാരിക്കുകയാണ്. ഏകദേശം അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കുറുക്കൻ ഗെയിം അല്ലേ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടന്റെ ആ മുഖത്തുള്ള എക്സ്പ്രഷൻ ഇത്രയൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും അറിയാന്നുള്ള ഒരു എക്സ്പ്രഷനാണ്. ആ ഒരു ലൂസിഫർ ഭാവം കുറേ സ്ഥലത്ത് നമ്മൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ലൂസിഫർ ഭാവം എന്ന് പറയുന്ന നമ്മളറിയില്ലേ, നായകനും വില്ലനും ഒരുമിച്ച് എക്സ്പ്രഷൻ അങ്ങോട്ട് കൊണ്ടുവരും ഫേസിൽ. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഇങ്ങനെയുള്ളൊരു ഷോട്ട്, അത് കുറച്ച് ഇവിടെ നിന്ന് മാത്രം കണ്ടാൽ തന്നെ ഫുൾ മാസാണ് അല്ലെ. പിന്നെ അതുപോലെ ബാക്ക് നിന്ന് ആ ഫൈറ്റ് ഉള്ള സമയത്ത് ബാക്ക് നിന്നുള്ളൊരു ഷോട്ട്, ഇതൊക്കെ കണ്ടാൽ തന്നെ വേറെ. പിന്നെ ആ ഒരു ഹാമർ എടുത്തതിന് ശേഷമുള്ള ആ ഫൈറ്റിന്റെ ഒരു പോക്ക്, ആ കോറിയോഗ്രാഫി എല്ലാം ഒന്ന് പറയാം. അവസാനത്തെ സീനിന്റെ ഒരു ബ്യൂട്ടി വേർന്നുണ്ട്. അതായത് രണ്ടുപേരും ഒരാളിപ്പോ ലാലേട്ടനാണെന്ന് വിചാരിച്ചിട്ട് ലാലേട്ടനെ കൂടുതൽ എംഫസൈസ് ചെയ്യിക്കാനായിട്ട് സായികുമാറിനെ അവിടെ താഴ്ത്തുന്നില്ല. രണ്ടുപേരും സംസാരിച്ച് ലാലേട്ടൻ പറഞ്ഞു ഓക്കെ നിന്റെ തന്തയിൽ എന്റെ തന്ത, ആ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്കിൽ ആരാ നിന്റെ തന്ത എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ ഒരു നായകനെ ചെറുതായിട്ടൊന്ന് എന്താ പറയാ വീക്ക് ആക്കുന്ന ഒരു സന്ദർഭമാണ് വരുന്നത്. പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ അപ്പൊ അവിടെ ലാലേട്ടനും ചെറുതായില്ല, അപ്പുറത്തേക്കൊന്നും സായികുമാറും ചെറുതായില്ല. ഏകദേശം നമ്മൾ പറയില്ലേ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും കൊടുത്തു. അതായത് എനിക്ക് തോന്നിക്കുന്നത് അറിയോ, ക്യാരക്ടർ ഡെപ്ത് ഇല്ലേ അത് ഭയങ്കരമായിട്ടുണ്ട് സിനിമ. ഓരോ ആക്ടേഴ്സിനായാലും ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ പൊളിയാണ്. പ്രത്യേകിച്ച് ഈ സിനിമയിൽ നമ്മൾ പറയുന്ന ബൈജുവിന്റെ ക്യാരക്ടർ ആയാൽ പോലും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അല്ലെങ്കിൽ നമ്മളെ ഷാജോൺ ആയാലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഓരോരാളെ എടുത്ത് പറയേണ്ടി വരും നമ്മളല്ലേ. അനാവശ്യമായിട്ട് ഒരു കാസ്റ്റിംഗ് ഇല്ല ഇതിനകത്ത് വരുന്ന. ഇപ്പൊ ആ എന്താ പറയാ കടവുളെ പോലെ പാത്ത വിനിവൻ ആ സോങ്ങില് വരുന്ന അദ്ദേഹം പേരും തൃശ്ശൂർ പൂരത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ കാണിക്കുന്ന സമയത്താണെങ്കിൽ ആ ഫേസ് എക്സ്പ്രഷൻ നമ്മളെല്ലാം മനസ്സിലാക്കിപ്പിച്ചു തരും. അതാണ് ഡീറ്റെയിലിംഗ്, ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയണ്ട എന്ത് വന്നാലും മാസ്. ഇതുപോലൊരു പെർഫെക്റ്റ് സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മള് ലാലേട്ടന്റെ ഇതുപോലത്തെ ഒരു മാസ് അവതാരം. അതായത് എല്ലാം വേണം അല്ലെ, നമുക്ക് ആ ഒരു എലമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്തൊരു സ്ട്രോങ് കഥയും ക്യാരക്ടർക്ക് നല്ല ഡെപ്തും എല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു ഗംഭീര പടമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയുള്ള ഓരോ പടങ്ങളും. ലാലേട്ടൻ എന്തായാലും സ്പടികിപ്പ് ഇറങ്ങി, അതായത് അറ്റ്ലീസ്റ്റ് റീ റിലീസ് ആണെങ്കിലും അതിന് നല്ല റെസ്പോൺസ് ആണ്. അപ്പൊ എന്തായാലും ഇതൊരു തുടക്കം, ഗംഭീര തുടക്കമാണ്. അപ്പം ഇനിയുള്ള സിനിമകൾ നമുക്കറിയാം, മലയങ്കോട്ടെ വാലിബൻ അല്ലെ, L2 ഉണ്ട്, അതുകൂടാണ്ട് നമ്മളെ ജിത്തു ജോസഫിന്റെ റാം ഉണ്ട്. അതായത് നല്ല എക്സ്പെക്ടേഷനിലുള്ള ഒരുപാട് പടങ്ങളുണ്ട്. അപ്പം അതെല്ലാം വരട്ടെ. അപ്പോ ഇതുപോലെ നല്ല കിട്ടില്ലൻ റിയാക്ഷൻസ് വീഡിയോസ് ആയിരുന്നു നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.